ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 66 ഗോപീജനാഹ്ലാദനം. ശ്ലോകം 9. വിരഹേഷ്വങ്കാരമയ ശൃംഗാരമയശ്ച സംഗമേ ഹി ത്വം നിതരാമങ്കാരമയ തത്ര പുനഃ സംഗമേപി ചിത്രമിദം. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. വിരഹേഷ്വങ്കാരമയ ശൃംഗാരമയശ്ച സംഗമേ ഹി ത്വം നിതരാം അങ്കാരമയ തത്ര പുനഃസംഗമേപി ചിത്രമിദം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ത്വം അങ്ങ്, വിരഹേഷു വേർപാടുകളിൽ, അങ്കാരമയ തീക്കട്ട പോലെയുള്ളവനും, സംഗമേ ഒന്നിച്ചു ചേരുമ്പോൾ, ശൃംഗാരമയ ച അപി ശൃംഗാരമയനാണെങ്കിലും, തത്ര അവിടെ, പുനഃ വീണ്ടും, സംഗമേ അപി ചേർച്ചയിലും, നിതരാം അങ്ങേയറ്റം, അങ്കാരമയ തീക്കട്ട പോലെയുള്ളവനായി, അങ്ക അല്ലയോ ദേവ, ആരമയ രമിച്ചു, ഇതം ഇതു, ചിത്രം അദ്ഭുതം തന്നെ. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. വിരഹേഷു അങ്കാരമയ ചേർത്തിട്ട് വിരഹേഷ്വങ്കാരമയ അവിടെ വിസർഗം. ശൃംഗാരമയശ്ച ശൃംഗാരമയ ച ചേർത്തിട്ട് ശൃംഗാരമയശ്ച. സംഗമേ ഹി ത്വം നിതരാം അങ്കാരമയ അവിടെ വിസർഗം. ചേർത്തിട്ടും ചൊല്ലാം. അങ്കാരമയസ്തത്ര ചേർത്ത് ചൊല്ലുമ്പോൾ സ്ന്നും കൂടി വരും. സ്തത്ര. പുനഃസംഗമേപി ചേർത്ത് ചൊല്ലുമ്പോൾ, വിസർഗട്ട് ചൊല്ലുമ്പോൾ സംഗമേപി എന്നുള്ളത് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. ചിത്രമിദം ചിത്രമിദം അങ്ങനെ നിർത്താം. വിരഹേഷ്വങ്കാരമയ ശൃംഗാരമയശ്ച സംഗമേ ഹി ത്വം നിതരാമങ്കാരമയസ്തത്ര പുനഃ സംഗമേപി ചിത്രമിദം. അടുത്തത് 10ാമത്തെ ശ്ലോകം. രാധാതുംഗപയോധര സാധുപരീരംഭലോലുപാത്മാനം ആരാധയേ ഭവന്തം പവനപുരാധീശ ശമയ സകലഗദാൻ. ഈ ശ്ലോകം പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. രാധാതുംഗ പയോധര സാധുപരീരംഭ ലോലുപാത്മാനം ആരാധയേ ഭവന്തം പവനപുരാധീശ ശമയ സകല ഗദാൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. രാധാതുംഗ പയോധര സാധുപരീരംഭ ലോലുപാത്മാനം. ഒന്നിച്ചിട്ട് അർത്ഥം നോക്കാം. രാധ എന്ന ഗോപികയുടെ ഉയർന്ന കുജങ്ങൾ ആശ്ലേഷിക്കുന്നതിൽ തൽപരനായിരിക്കുന്ന ഭവന്തം അങ്ങയെ, പവനപുരാധീശ ഗുരുവായൂരപ്പ, ആരാധയെ ഞാൻ ആരാധിക്കുന്നു, സകലഗദാൻ എൻ്റെ രോഗങ്ങളെല്ലാം ശമയ അങ്ങ് ഇല്ലാതെയാക്കിയാലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. രാധ തുംഗ രാധ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പയോധര സാധുപരീരംഭ അതൊന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ചെറിയ വരട്ടിട്ടുണ്ട്. പയോധര ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സാധു എന്നുള്ളതിൻ്റെ ധൂന്ന് ഊന്നി പറയാനുള്ളതാണ്. പരീരംഭ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ലോലുപാത്മാനം ആത്മാനം ത് മാന്ന് ചേർത്ത് ഇതാണ് മാന്ന്. ആരാധയെ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭവന്തം ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. പവനപുരാധീശ ധീ എന്നുള്ളത് ഊന്നി പറയണം. ശമയ സകല ഗദാൻ ഗദ എന്നാണ് ഗദാൻ. രാധാ തുംഗപയോധര സാധുപരീരംഭലോലുപാത്മാനം ആരാധയേ ഭവന്തം
കാന്തം പവനപുരാധീശ ശമയ സകലഗദാൻ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.